ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന രീതിയിൽ ബി.ജെ.പി. അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 52 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. പ്രഖ്യാപിക്കുന്നത്. 35 സീറ്റുകളിലെങ്കിലും വിജയിക്കുക എന്ന വലിയ വാശിയോടുകൂടിയാണ് ബി.ജെ.പി. ഇക്കുറി സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ഏതാണ്ട് 5 സീറ്റുകളിൽ അവർ ശുഭപ്രതീക്ഷ വയ്ക്കുന്നുമുണ്ട്. ഒന്ന്, കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരം, അതുപോലെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന നേമം, അതുപോലെ വി മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം, പിന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഏത് മണ്ഡലമാണെന്ന് നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ, മറ്റൊന്ന് വട്ടിയൂർക്കാവ് മണ്ഡലം തിരുവനന്തപുരത്ത്. ഈ 5 മണ്ഡലങ്ങളിൽ അവർ ഏറെ ശുഭപ്രതീക്ഷയും വച്ചു പുലർത്തുന്നുണ്ട്. ഇതിനിടയിൽ ആണ് 52 ആളുകളുടെ പേര്, സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം. ഒരു മണ്ഡലത്തിൽ 3 പേരുടെ പേരുകൾ വെച്ചിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വത്തിന് ബി.ജെ.പി. നൽകിയിട്ടുള്ളത്. അതിനകത്ത് കേന്ദ്ര നേതൃത്വം കൂടി ഇടപെട്ടിട്ട് വിജയസാധ്യതയുള്ള ആളിനെ പ്രഖ്യാപിക്കും. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ, പാലായിൽ ഷോൺ ജോർജിനെയാണ് അവർ കരുതി വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി. ഷോൺ ജോർജ് അറിയാം, പി സി ജോർജിന്റെ മകനാണ്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ഷോണ് മത്സരിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ക്രോഡീകരണം പാലായിൽ ഉണ്ടാകുമെന്നൊരു സാധ്യത. പക്ഷെ വിജയപ്രതീക്ഷ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. വിജയം തന്നെ ആയിരിക്കണമല്ലോ അവരുടെ ആഗ്രഹം. പക്ഷേ ഷോൺ ജോർജ് ആണ് പാലായിൽ മത്സരിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഒക്കെ, അല്ലെങ്കിൽ നിഷ ജോസ് കെ മാണിയൊക്കെ വരികയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും മത്സരം എന്നറിയാൻ പറ്റില്ല. എങ്കിലും പാലായിൽ ഷോൺ ജോർജ് ആണ്. അതുപോലെ തന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണിയുണ്ട്. അതുപോലെ ഒറ്റപ്പാലത്ത് മേജർ രവിയും മത്സര രംഗത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ എം.ടി. രമേശ്, പ്രകാശ് ബാബു, നവ്യ ഹരിദാസ്, ടി റിനീഷ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ നമുക്കറിയാം വി മുരളീധരൻ, അതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. ഏതായാലും വി രാജേഷിനെയൊക്കെ ഇത്തവണ മത്സര രംഗത്ത് കാണുകയില്ല. കാരണം അദ്ദേഹം മേയറായി. അതുപോലെ ആർ ശ്രീലേഖ മത്സര രംഗത്ത് ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയുകയില്ല. ശക്തമായ ത്രികോണ മത്സരത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലാണ് ബി.ജെ.പി. ഈ ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടപെടലൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുമ്പോഴും ഇതിനകത്ത് മറ്റു ചില വസ്തുതകൾ കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഒന്ന്, ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥി ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്ന കുമ്മനം രാജശേഖരനെ പോലെയുള്ള മനുഷ്യരെ കുറിച്ചോ നേതാക്കളെ കുറിച്ചോ അല്ല പരാമർശം. വേറെ ചില ആളുകളൊക്കെ സ്ഥാനാർത്ഥി മോഹത്തിന് വേണ്ടി, സ്ഥാനാർത്ഥി ആകാൻ വേണ്ടിയൊക്കെ കച്ചകെട്ടി ഇറങ്ങുന്നത് ഫണ്ട് ലക്ഷ്യമാക്കി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് ബി.ജെ.പിയിൽ വലിയ ഘടകമാണ്. മുമ്പ് കെ സുരേന്ദ്രന്റെ കാര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്ന കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്ത ബി.ജെ.പി. പ്രത്യേകിച്ച് നിയന്ത്രണമോ നിയമമോ ഒന്നും വച്ചിട്ടില്ല. ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഫണ്ട് സ്ഥാനാർത്ഥിക്ക് സ്വന്തമാണ്. സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിൽ ചെലവഴിക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് സ്വന്തം അക്കൗണ്ടിലേക്കോ ബിനാമി അക്കൗണ്ടുകളിലേക്കോ മാറ്റുകയോ ചെയ്യാം. എന്നാൽ മറ്റ് 2 പാർട്ടികൾ, CPM-നെ ആണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ആണെങ്കിൽ, CPM-ന് കൃത്യം കണക്ക് ബോധിപ്പിക്കണം പാർട്ടിക്ക്. നിങ്ങൾ എത്ര രൂപ ഫണ്ട് കിട്ടി, എത്ര രൂപ പിരിച്ചു, ഇത് കൃത്യമായി കണക്ക് ബോധിപ്പിക്കണം എന്നത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. അതുപോലെ കോൺഗ്രസിലാണെങ്കിൽ ഭാഗികമായെങ്കിലും കണക്ക് സമർപ്പിക്കണം. എന്നാൽ ബി.ജെ.പിയിൽ ഇങ്ങനെ കണക്ക് സമർപ്പിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ഫണ്ട് കിട്ടും. ഫണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി ഫണ്ട് മാത്രമല്ല, മറ്റ് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകാൻ ബി.ജെ.പിയിൽ തള്ള് കൂടുതലാണ്. തോൽക്കുമെങ്കിൽ പോലും സ്ഥാനാർത്ഥിയായി നിന്ന് അപമാനം ഏറ്റെടുക്കാം, തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ. അങ്ങനെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാർട്ടി ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്ന ആരോപണം നേരിടുന്ന ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ. ഓരോ ജില്ലയും ഒരു റവന്യൂ ജില്ലയെ 2 ബി.ജെ.പി. ജില്ലകളായി തിരിച്ച കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. കിഴക്കൻ മേഖലയിൽ വരുന്ന കുറെ ഭാഗങ്ങളുണ്ട്. പുനലൂര്, അഞ്ചൽ, ഈ മേഖലകൾ. ഈ കൊല്ലം ജില്ല എടുത്തു പറയുന്ന മിക്കവാറും ജില്ലകളിലൊക്കെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പുനലൂർ, അഞ്ചൽ മേഖലകളിൽ നിന്ന് പ്രമുഖരായ നേതാക്കൾ, ആർ ബിജുവിനെ പോലുള്ള പ്രമുഖ നേതാക്കളൊക്കെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പാർട്ടി സ്ഥാനമാനങ്ങളൊക്കെ രാജിവെച്ച് പുറത്തുപോയി. അപ്പോൾ അവർ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ആലഞ്ചേരി ജയചന്ദ്രൻ, ഗിരീഷ് അമ്പാടി, ബാലചന്ദ്രപിള്ള തുടങ്ങിയ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഭരണ സാരഥ്യം വഹിക്കുന്ന ആളുകൾ, അവര് ഈ ഫണ്ട്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് താഴേക്കിടയിലേക്ക് വിതരണം ചെയ്തില്ല.
അവരാ ഫണ്ട് കൈക്കലാക്കി. പോസ്റ്റ് ഒട്ടിക്കാൻ വന്നവനും ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ നേരിട്ടു ഈ ഫണ്ട്. അതുമാത്രമല്ല, ഭാരതീയ നിധി എന്ന പേരിൽ ഏരൂരിൽ ഇവരൊരു തട്ടിപ്പ് സംഘടന രൂപീകരിച്ചു. ഏരൂരിൽ ഭാരതീയ നിധി. എന്നിട്ട് നിക്ഷേപമൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ഇവർ എന്നിട്ട് അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് മാറ്റി. അങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ ജയചന്ദ്രൻ എന്ന ആലഞ്ചേരി ജയചന്ദ്രനെ പുനലൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പുനലൂരും അഞ്ചൽ മേഖലകളിൽ നിന്ന് ധാരാളം ആളുകൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയത്. ഇത് ഞാൻ പറയുന്നത് പാർട്ടിക്കാർ തന്നെ ഈ ഫണ്ട് തിരിമറിയെക്കുറിച്ച് പുറത്ത് പറഞ്ഞ അനുഭവങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്, അല്ലാതെ ഞാനിത് ഗണിച്ച് കണ്ടുപിടിച്ചതൊന്നുമല്ല. അപ്പോൾ ബി ജെ പിക്കകത്ത് ഫണ്ട് തിരിമറി, അതുപോലെ തന്നെ ഓരോ നിക്ഷേപ തട്ടിപ്പുകൾ, ഇതൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ അവര് സ്ഥാനാർത്ഥിയാകാൻ വരുന്നത് തന്നെ കാശുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് തന്നെ സ്ഥാനങ്ങൾ മോഹിച്ചിട്ടാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ വളർച്ച നമുക്കറിയാം. ബി ജെ പി ക്രമാതീതമായി വളർന്ന് അധികാര സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാധ്യത കാണുന്നില്ലെങ്കിൽ പോലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അത്യാവശ്യം മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭ, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ തുടങ്ങിയ ചില പോക്കറ്റ് ഏരിയകളിൽ അവർക്ക് കൃത്യമായ വോട്ട് വിഹിതവും വോട്ട് ഷെയറും ഒക്കെ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ വലിയ മുന്നേറ്റം തന്നെയാണ്. ആ ഘട്ടത്തിലും ഇതുപോലെ ഫണ്ട് തിരിമതി, അതുപോലെ പൈസ അടിച്ചു മാറ്റുക, പൈസയ്ക്ക് വേണ്ടി വരിക, സ്ഥാനം മോഹിച്ചു വരിക, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ക്യാമ്പായി ബി ജെ പി മാറുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയെ കേരളത്തിൽ തകർക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും 52 സ്ഥാനാർത്ഥികൾ അവർ ഉടനെ പ്രഖ്യാപിക്കും. UDF ആദ്യം പ്രഖ്യാപിക്കുമെന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. പക്ഷേ UDFന്റെ പ്രഖ്യാപനം ഇനിയും ഒരാഴ്ച കൂടി പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയുന്നത്.